ക്ലാസിക് ഡയറക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ LBSന്റെ റാങ്ക് ലിസ്റ്റുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. എല്ലാവരും വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് ഈ റാങ്ക് ലിസ്റ്റുകൾ നോക്കിക്കാണുന്നത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെയൊന്നുമല്ല, ഇപ്പോൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമാണ് അഡ്മിഷൻസ് നേടുവാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോൾ തുറന്ന് നൽകിയിരിക്കുന്നത്. അതായത് നല്ല രീതിയിൽ മാർക്ക് വേരിയേഷൻസ് കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ +2ന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പല കുട്ടികളുടെയും അനാലിസിസ് അല്ലെങ്കിൽ പല കുട്ടികളും പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞ വർഷത്തേക്കാളും കുറച്ചും കൂടെ മാർക്ക് കുറവായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേങ്കിൽ നല്ല രീതിയിലുള്ള മാർക്കുകളാണ് കുട്ടികൾക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേങ്കിൽ ഇപ്പോൾ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റുകൾ ഇടുന്ന സമയത്ത് നല്ല മാർക്ക്, മികച്ച മാർക്കുകൾ, അതായത് 95% മാർക്കുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിലും 10,000 എബോവ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും നമ്മളിത് പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് ആയിട്ടുള്ളൂ. എന്തെങ്കിലും കറക്ഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻ റാങ്ക് ലിസ്റ്റിൽ പ്രതിഫലിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കറക്ഷൻസോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സമയം LBSൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് മെയിൻ റാങ്ക് ലിസ്റ്റുകൾ ഇട്ട് കഴിഞ്ഞാൽ ശേഷം നമുക്ക് യാതൊരുവിധ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ അപ്ഡേഷൻസോ ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഒരു പക്ഷേ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 91% മാർക്കുള്ള കുട്ടികൾക്കും ഒരു പക്ഷേങ്കിൽ അഡ്മിഷൻ കിട്ടാതിരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള കുട്ടികൾക്ക് കാണുന്നത്. കാരണം അത്യാവശ്യം നല്ല മാർക്കുള്ള കുട്ടികൾ തന്നെയാണ് ഈ പറയുന്ന രീതിയിൽ ഇപ്പം റാങ്ക് ലിസ്റ്റുകൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ, അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ ഉൾപ്പെടെ EWS ആയിക്കോട്ടെ, മറ്റുള്ള OBC ആയിക്കോട്ടെ, അങ്ങനെ ഏതെങ്കിലും കാറ്റഗറിയിൽ റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ റാങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ LBSൽ തന്നെ നമ്മൾ BSc നഴ്സിംഗ്, പാരാമെഡിക്കൽ കോഴ്സുകൾക്കെല്ലാം തന്നെ ഒരുമിച്ചുള്ള ഒരു റാങ്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ ഏകദേശം 80% കുട്ടികളും മിക്കവാറും നഴ്സിംഗിനായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്. കാരണം കൂടുതൽ സീറ്റുകളും ഡിമാൻഡും കൂടുതൽ നഴ്സിംഗിൽ തന്നെ ആയതുകൊണ്ട് തന്നെ നഴ്സിംഗിനായിരിക്കും ഈ 80% വരുന്ന കുട്ടികൾ ഉണ്ടാവുക. അപ്പൊ ഇതിൽ തന്നെ നിരവധി കുട്ടികൾ നീറ്റിന്റെ ആയിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്കോ, കീം വഴി ഫാർമസി തുടങ്ങിയുള്ള മറ്റുള്ള സ്ട്രീമുകളിലേക്കോ ഒക്കെ മാറാനുള്ള സാധ്യതകളുണ്ട്. അല്ലാതെ എല്ലാ കുട്ടികളും ജോയിൻ ചെയ്യും എന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ സാധിക്കില്ല. പക്ഷേങ്കിൽ കുറെ കുട്ടികളെങ്കിലും, ഇതിലൊരു പകുതിയോളം കുട്ടികളെങ്കിലും, അതായത് ടോപ്പ് റാങ്കുകളിലുള്ള കുറെ കുട്ടികളെങ്കിലും ഈ പറയുന്ന രീതിയിൽ മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 10-12,000 റാങ്ക് വരെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻസ് അത്യാവശ്യം ഭേദപ്പെട്ട കോളേജുകളിൽ തന്നെ അഡ്മിഷൻസ് ലഭിക്കും, കേരളത്തിൽ അഡ്മിഷൻ ലഭിക്കും എന്നുള്ളത് നമുക്ക് കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കുട്ടികളുടെ നമ്മുടെ അഡ്മിഷൻ അലോട്ട്മെന്റുകൾ പോകുന്ന മുറയ്ക്ക് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. എന്നാലും ഒരു 14,000 റാങ്ക് വരെയുള്ളവർക്കും ഒരു പക്ഷേങ്കിൽ പ്രതീക്ഷകൾ വെക്കാവുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാർക്കല്ല, ഇൻഡെക്സ് മാർക്ക് മാത്രം നമ്മൾ കണക്കൂട്ടിയിട്ട് കാര്യമില്ല. അപ്പോൾ റാങ്കിലാണ് വളരെയധികം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റാങ്ക് ബേസിസിൽ നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുക. ഇപ്പോൾ 90% മാർക്കുള്ള കുട്ടികളും കേരളം മാത്രം വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ അഡ്മിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറച്ച് കോളേജുകളിൽ മാത്രമാണ് ഇനിയും സീറ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കർണാടകയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും ഉള്ള കോളേജുകളിലൊക്കെ തന്നെ അഡ്മിഷൻസ് സ്റ്റിൽ ഇപ്പം ഓൺഗോയിങ് ആണ്. അപ്പോൾ നിരവധി സീറ്റുകൾ ഇനിയും അവൈലബിൾ ആണെന്നുള്ളത് കൂടെ മനസ്സിലാക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോകുന്ന കോളേജുകൾ വ്യക്തമായിട്ട് അഫിലിയേഷൻസും കാര്യങ്ങളെല്ലാം ഉള്ളതാണോ, വേണ്ടത്ര ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളതാണോ എന്നൊക്കെ നിങ്ങൾ പരിശോധിച്ചിട്ട് മാത്രം നിങ്ങൾ അഡ്മിഷൻസ് എടുക്കുക. അല്ലാതെ നിങ്ങളിപ്പോൾ റാങ്ക് കണ്ട് നിങ്ങൾക്ക് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ധൃതി പിടിച്ച് നിങ്ങൾ ഒരു അഡ്മിഷൻ എടുക്കാതെ നിങ്ങൾ കോളേജുകളെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. അതുപോലെ തന്നെ ഏതെങ്കിലും കോളേജുകൾ നിങ്ങൾ ജോയിൻ ചെയ്തവരോ ജോയിൻ ചെയ്യാനിരിക്കുന്നവരോ ആണെന്നുണ്ടെങ്കിൽ ആ കോളേജുകളെ കുറിച്ചും വ്യക്തമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻസ് ഞങ്ങൾക്ക് പാസ് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കേരളത്തിൽ ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾ നമ്മൾ ഈ പറയുന്ന LBSൽ മാത്രമല്ല മറ്റുള്ള അസോസിയേഷൻസ് ആയുള്ള PNC MAC, AMC SFNC തുടങ്ങിയുള്ള സ്ട്രീമുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം മികച്ച ഒരു കോളേജുകളിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഏതെങ്കിലും ഒരു കോളേജുകളിൽ നിങ്ങൾ പഠിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ LBS മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ല. അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും മാനേജ്മെന്റ് സീറ്റും വളരെയധികം പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അതുപോലെ നിരവധി കോളേജുകളിൽ ഡൊണേഷൻ
ഡിമാൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഡൊണേഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ തീർച്ചയായും നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിങ്ങൾക്ക് മെറിറ്റ് ലിസ്റ്റുകൾ നിങ്ങളുടെ പേര് മെറിറ്റ് ലിസ്റ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അഥവാ എന്തെങ്കിലും ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അഡ്മിഷൻ സൂപ്പർവൈസറി കമ്മിറ്റിയെ നിങ്ങൾ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വ്യക്തമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നീക്കാൻ സാധിക്കുന്നതാണ്. കാരണം പല കുട്ടികളും ഇതൊന്നും അതിന്റെ പുറകെ ഒന്നും പോകത്തില്ല. എല്ലാ വർഷവും അത് കോളേജുകാരെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്കും ഉയർന്ന ഡൊണേഷൻ മേടിച്ച് അഡ്മിഷൻസ് നേടുവാനുള്ള ഒരു വഴിയാണ് വീണ്ടും വീണ്ടും തുറന്നു കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചാൽ മാത്രമേ ഉള്ളൂ മാർക്കുള്ള കുട്ടികൾക്ക് കേരളത്തിൽ മാനേജ്മെന്റ് സീറ്റിലും പഠിക്കാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ എല്ലാവരും പറയുന്ന ഒരു കാര്യം, കേരളത്തിന് പുറത്ത് ഒത്തിരി തട്ടിപ്പുകൾ കാര്യങ്ങൾ നടക്കുന്നുണ്ട്, തീർച്ചയായും ശരിയാണ്. പക്ഷേ അതിനേക്കാളും വലിയ വൻ തട്ടിപ്പുകളാണ് കേരളത്തിനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ നിരവധി കോളേജുകളിൽ ഉയർന്ന ഡൊണേഷൻ, അതും 8-10 ലക്ഷം രൂപ വരെ ഡൊണേഷൻ മേടിച്ചിട്ട് തന്നെ അഡ്മിഷൻസ് നടക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മെറിറ്റിൽ അഡ്മിഷൻ എടുക്കാനുള്ള കുട്ടികൾക്ക് ഡൊണേഷൻ കൊടുക്കാതെ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ മാർക്കുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരളം ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങൾ നോക്കുക. എല്ലാ അസോസിയേഷൻ വഴിയും നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്കുള്ള കോളേജുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തമായിട്ട് അഫിലിയേഷൻസ് ഉള്ള കോളേജുകളാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം അഡ്മിഷൻസ് എടുക്കുക. അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായി ഉടൻ തന്നെ കാണാം. നന്ദി.